നമസ്കാരം ശ്രീരാഗ്. നമസ്കാരം ചേട്ടാ. ശ്രീരാഗിൻ്റെ ഒരു ഫാനാണ് ഞാൻ കേട്ടോ. Thank ഞാൻ മാത്രമല്ല, നമ്മുടെ വീട്ടിലെല്ലാവരും ഫാൻസാണ്. എനിക്ക് പരിചയമുള്ള ഒരുപാട് പേർക്ക് ശ്രീരാഗിൻ്റെ വലിയ ഫാൻസാണ് അവർ. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ആ സീസണിലുണ്ടായിരുന്ന കുട്ടികളെ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഇപ്പോൾ സീസണൊക്കെ കഴിഞ്ഞ് സംഗീത ലോകത്ത് തിരക്കിലാണ്. ഒരു സിനിമയിൽ കളങ്കാവൽ അല്ലേ, കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയിൽ പാടി. ആ പാട്ടെല്ലാം ഭയങ്കര ഹിറ്റായി. നമ്മളത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇളയരാജയുടെ ഒരു സോങ്ങുമായിട്ട് സാമ്യമുള്ള സോങ്സാണ്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു പരിപാടി? ഇപ്പോഴത്തെ പരിപാടി ഇത് തന്നെയാണ്. പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ ഇങ്ങനെ റെക്കോർഡിങ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവും. കളങ്കാവലൊരു ഭാഗ്യം പോലെ അത് വർക്കൗട്ടായി വന്നു. വരാത്തതുണ്ട്, വരുമോന്ന് അറിയാത്തതുണ്ട്. വരാതിരിക്കാം. ഏകദേശം ഒരു എത്ര പാട്ട് പാടിയിട്ടുണ്ടാവും ഇപ്പം സിനിമയ്ക്ക് വേണ്ടി? സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വരലെണ്ണാവുന്നുണ്ടോ? 10-9 ട്രാക്ക് പാടുന്നുണ്ടോ? അതിങ്ങനെ പാടും. ഉണ്ട്. അത് ആക്ച്വലി നമ്മൾ ഇപ്പോൾ എറണാകുളത്ത് ആരാ ഉള്ളത്, ഇപ്പം ഞാനിപ്പോൾ ഗുരുവായൂരാണെങ്കിൽ ഇവിടെ ഉള്ള ഒരു സിംഗറെ വിളിച്ച് പാടിപ്പിക്കും. അപ്പോൾ അത് ഒരു ഡയറക്ടർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ അത് പാടും, അല്ല അത് ഫൈനലായി ഔട്ടായിട്ട് വരും. അത്രേ ഉള്ളൂ. അത് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി. പിന്നെ സ്റ്റേജ് ഷോസ് അതിപ്പം സീസൺ ഉണ്ടോ അതിന്? സീസൺ ആക്ച്വലി ഇങ്ങനെ ഈ ഗാനമേളകളായിട്ട് അതിനൊരു സീസൺ ഉണ്ട്. നമ്മളപ്പോൾ ഈ ഷോ കഴിയുമ്പോൾ ധാരാളം പ്രോഗ്രാംസ് ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മൾ സെലക്റ്റീവ് ആയി കഴിഞ്ഞാൽ സെലക്റ്റീവ് ആവാം. ഫിനാൻഷ്യലി നോക്കുമ്പോൾ നല്ല പൈസ കിട്ടുന്ന ഒരു പരിപാടിയും കൂടെയാണ് ഇത്. അപ്പോൾ നമ്മൾ മുതലാക്കുക എന്നുള്ളൊരു ഉണ്ടല്ലോ, ഒരു സീസൺ മുതലാക്കി. ഇപ്പോൾ അതൊക്കെ നമ്മളൊന്ന് നമുക്കെന്താ വേണ്ടത് അതിലോട്ട് നമ്മൾ ഒന്ന് ഒതുങ്ങണം. ശരിക്കും എന്താണ് ശരിക്കും ശ്രീരാഗിൻ്റെ ആഗ്രഹം? അങ്ങനെയല്ല, നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ബാൻഡുണ്ട്. ബാൻഡ് പേര് ഗന്ധർവാസ് എന്നാണ്. നമ്മൾ പണ്ട് തൊട്ടുള്ള കോളേജിലും ഒക്കെ ഒരുമിച്ചുള്ളതാണ്. ഫ്രണ്ട്സ് ആണല്ലോ. അതെ. അപ്പം നമ്മൾ നമ്മുടെ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. അപ്പോൾ നമ്മളൊരു പുറത്ത് വേറൊരു ഷോയ്ക്ക് നമ്മൾ അബുദാബി വെച്ചിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഞാൻ വരുമ്പോൾ അവിടെ ബാക്കിങ് വായിക്കുന്നത് നല്ല മ്യൂസിഷ്യൻസ് ആണ്, പക്ഷെ ആരാന്ന് അറിയില്ല, നമുക്ക് എന്താന്ന് അറിയില്ല, അവരെന്താ വായിക്കാമെന്നും അറിയില്ല. അപ്പോൾ നമ്മളൊരു അൺസർട്ടനിറ്റി ഒഴിവാക്കാം നമ്മുടെ സ്വന്തം ടീമാണെങ്കിൽ. ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ അൺപ്ലഗ്ഡ് വെർഷൻസ് ഒക്കെ നിങ്ങൾക്ക് അതിലാണോ ഫോക്കസ്? അതോ അൺപ്ലഗ്ഡ് മാത്രം കൊടുത്താൽ ഒരു ഓഡിയൻസിനെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. എല്ലാം കൊടുക്കണം, പക്ഷെ നമ്മുടേതായ ഒരു വേർഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വന്തം പാട്ടുകൾ? സ്വന്തം പാട്ടുകളും ഉണ്ട്. അത് ലിറിക്സ് ഒക്കെ എഴുതി അതൊക്കെ എല്ലാം ടീമിലുണ്ട് ആൾക്കാർ? അല്ല, ലിറിക്സ് പുറത്തുനിന്നായിരിക്കും. ഇപ്പോൾ ലിറിസിസ്റ്റിനെ നമ്മൾ വെക്കേണ്ടി വരും. അങ്ങനെ മ്യൂസിക് ചെയ്ത്. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു മ്യൂസിക് ഈ സിനിമ സംഗീതം, അതായത് സിനിമയിൽ പാട്ട് പാടി ഭയങ്കര പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു സംഭവം ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ? ആണ്. അല്ലാതെ മ്യൂസീഷ്യന്മാർ മറ്റ് മേഖലകളിലേക്ക്, അതായത് ഇപ്പം ബാൻഡാവുന്നു, ബാൻഡായിട്ട് പോകുന്നു, പിന്നെ പ്രോഗ്രാംസ്, ഒരുപാട് പ്രോഗ്രാംസ്, മ്യൂസിക്കൽ പ്രോഗ്രാംസ് ഒരുപാട് അങ്ങനെ പോകുന്നു. പിന്നെ ചാനലുകളിൽ നിങ്ങൾക്ക് യൂട്യൂബ്, ഈ ഞാനൊക്കെ ഓർക്കുന്നുണ്ട് മറ്റേ മ്യൂസിക് മോജോ വന്നപ്പോൾ ഒരുപാട് പാട്ടുകാരെ നമ്മൾ ആ സമയത്താണ് കാണുന്നത്. അവരൊന്നും സിനിമയിൽ പാടിയവരല്ല, അല്ല പാടിയിട്ടുള്ളവരല്ല, പക്ഷെ അവർക്കൊക്കെ ഒരു ഫാൻ ബേസ് ഉണ്ടായി, അവരുടേതായിട്ടുള്ള ബാൻഡ്. പിന്നെ മസാല കഫേ, അതുപോലെ കുറേ പേരുടെ മറ്റേ ഇതൊക്കെ ചെയ്ത ആൾക്കാരുണ്ടല്ലോ, 90s കാതൽ, തൈക്കുടം ബ്രിഡ്ജ്, അങ്ങനെ കുറേ പേര് ഫേമസ് ആയി വന്നു. ഇതിന് മുമ്പ് തന്നെ അവിയലാണ് ശരിക്കും കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇനിയും ബാൻഡുകൾക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് എന്നുള്ള അല്ല, ഇനി സ്വന്തം ഓൺ കണ്ടന്റിന് മാത്രമേ സ്പേസ് ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ആണെങ്കിലും ഞാനിപ്പോൾ നമുക്ക് വേറൊരു പാട്ട് പാടാൻ പറ്റില്ല, അതിൻ്റെ റൈറ്റ്സ് എല്ലാം പല ലേബൽസിലായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാം അവനവനെ ഓൺ ചെയ്യുന്ന സാധനത്തിന് ഇനി അങ്ങോട്ട് ഉള്ളൂ. അപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ കളങ്കാവിലെ പാട്ട് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഇത് ഏതോ ഇളയരാജയുടെ ഒരു സോങ് ആണെന്ന് കരുതി. അപ്പം അതിനെപ്പറ്റി ഒത്തിരി ട്രോളുകളും മീമുകളും ഉണ്ടായിരുന്നു. ഇളയരാജ പോയിട്ട് ഇതെന്റെ പാട്ടാണല്ലോ എന്ന് പറഞ്ഞ് തപ്പി നോക്കുന്നു, കിട്ടുന്നില്ല, ഇതെവിടെയോ ഞാൻ ചെയ്തത്. അത് മനഃപൂർവ്വം അത് ഇളയരാജയുടെ ഒരു ടച്ച് കൊടുത്ത് അതെ അങ്ങനെ ചെയ്തതാ. ആക്ച്വലി ഇളയരാജ പാട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോംപ്ലക്സിറ്റി ഉണ്ട് അതിനകത്ത്. പക്ഷെ ഇത് അതുപോലെയുള്ളൊരു ആ ഒരു സ്വഭാവമുള്ള, നമുക്കറിയില്ലേ ഈ ക്യാരക്ടർ അങ്ങനെ ഒരു സംഭവം. നമുക്കിടെ പഴയ പാട്ടൊക്കെ കേൾക്കുന്നു, കൊല ചെയ്യുമ്പോൾ പാട്ടൊക്കെ വെച്ച് ചെയ്യുന്ന അങ്ങനത്തെ ഒരു മൂഡായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് വേണം എന്ന് ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് പുള്ളി. പക്ഷെ അത് ശരിക്കും ബുദ്ധിമുട്ടാണ്. ഒരെണ്ണം പോലെ അത് എല്ലാതെയും ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. നമ്മള് പ്രിയദർശൻ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞാലും അത് നമ്മുടെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ടാലന്റ് വേണം അതിന്. അതെ, ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ മറ്റൊരു ചോദ്യം, നമ്മൾ സ്റ്റാർ സിംഗർ
സ്റ്റാർ സിംഗർ കണ്ടിരുന്ന ആളുകൾക്കെല്ലാം ഉള്ളൊരു സംശയമാണ്, നിങ്ങളിതെല്ലാം നേരത്തെ പാടി, ഇപ്പം നമ്മൾ കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതുവരെ നേരത്തെ പാടി വെച്ചിട്ട് എയർ ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾ ലൈവായിട്ട് പാടിയിട്ടുള്ളതല്ല, നിങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് നല്ല മൂഡിലിരുന്ന് പാടി മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് പല ടേക്കുകളൊക്കെ എടുത്ത് അതിനെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ റിലീസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ അവിടെ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുന്നു പോലെ അഭിനയിക്കുന്നു, എന്നിട്ട് ഇത് മിക്സ് ചെയ്യുന്നു. ഇങ്ങനെ കുറേ ആൾക്കാർ ഈ കമൻ്റ് എഴുതുന്നതാണ്. അപ്പം ആ ഒരു വേദിയിൽ നിന്ന് വന്ന ആളെന്ന നിലയ്ക്ക് എന്താണ് എൻ്റെ ഒരു വാസ്തവം? അല്ല, എനിക്ക് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ് മൊത്തത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഭാഗമായിരുന്ന ഷോൻ്റെ കാര്യം എനിക്ക് അറിയുള്ളൂ. അതിൽ ആക്ച്വലി കണ്ടസ്റ്റൻസ് പാടുന്ന പാട്ട് പാടുന്നത് അതുപോലെ തന്നെയാണ് പുറത്തോട്ട് വരുന്നത്. ഒരു ബേസിക് മിക്സിംഗ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഈ ശ്രുതി പോയത് കറക്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഏകദേശം അറിയാൻ പറ്റും. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ കേട്ടാൽ അപ്പം നമുക്ക് പല ഈ ഇന്ത്യൻ ഐഡൽ പോലുള്ള ഷോസിലൊക്കെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഓവർ പെർഫെക്ഷൻ തോന്നും, ഭയങ്കര. അത് ശരിക്കും കറക്റ്റ് ചെയ്തിട്ട് വരുന്നതാണ്. അതായത് നിങ്ങൾ പാടി അവർ പാടിയിട്ട് അത് പിന്നെ അത് പിന്നീട് ഒരു ബേസിക് കറക്ഷൻ ഉണ്ടാവും, മെലഡൈനൊക്കെ വെച്ച് കറക്റ്റ് ചെയ്ത്. അതെ. അപ്പോൾ ഇത് ആക്ച്വലി നമ്മളവിടെ പാടുന്നു, ഒറ്റ പ്രാവശ്യമേ പാടുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൺഫ്യൂഷൻ വരുന്ന ഈ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പാടി കഴിഞ്ഞിട്ട് അതൊന്നുകൂടെ പ്ലേ ബാക്ക് ചെയ്തിട്ട് 360 ഡിഗ്രിയിൽ ഈ ജിപ്പ് ഷോട്ട് എടുക്കും മൊത്തം, കുറച്ചുകൂടെ വിഷ്വലി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതില് പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കൈ മൈക്ക് മാറി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കൺഫ്യൂഷൻ. നന്ദയുടെയും ദിശയുടെയും കൂടെ സോങ് ആണ് ഇത്. ഒരിക്കലും ഇങ്ങനെ സ്റ്റേജിൽ പാടാൻ പറ്റില്ല എന്നൊക്കെ ആൾക്കാർ അതൊക്കെ ശരിക്കും പാടിയത്. അല്ല, അതിനകത്ത് ഒരു ചോദ്യം, ഇപ്പം ഈ നിങ്ങൾ ഇതിൽ വെക്കുമല്ലോ നമ്മുടെ ഇൻ ഇയേഴ്സ്, നേരത്തെ പണ്ടൊക്കെ ഞാനും പാട്ടൊക്കെ പാടിയിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്, നമ്മൾ സ്റ്റേജ് മോണിറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ശ്രുതി പോകാനൊക്കെ പലപ്പോഴും മോണിറ്റർ കറക്റ്റ് അല്ല എങ്കിൽ ശ്രുതി പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ ഇൻ ഇയർ വെക്കുമ്പം നമുക്ക് കുറച്ചുകൂടെ കറക്റ്റായിട്ട് ശ്രുതി കിട്ടും. പിന്നെ ഇത് ഈ ഓഡിയോ എഞ്ചിനീയറിന്റെ കഴിവ് പോലെ എന്ത് സാധനം ഉണ്ടിട്ടും കാര്യമില്ല, അത് നന്നായി മിക്സ് ചെയ്ത് തരണം എന്നുള്ളതാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമുക്ക് പാടുന്ന വോക്കൽ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞാലും ഒരു സേഫ്റ്റിക്ക് ഇവിടെ ഇരുന്നോളൂ. അത് മറ്റത് ഒരു ഗ്യാരണ്ടി ഇല്ല, പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒന്നും കേൾക്കില്ല. പിന്നെ വേറൊരു സംശയം, ഇത് വീഡിയോ കാണുന്ന ആൾക്കാരും പലരും കമൻറ്റിലൊക്കെ എഴുതുന്ന സംശയങ്ങളാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാന്ന് കരുതിയാണ്. ഇപ്പോൾ ശ്രീരാഗ് പാടിയ കുറേ പാട്ടുകളുണ്ട്, അതെല്ലാം യൂട്യൂബിലില്ല. അപ്പോൾ അന്ന് വന്നിരുന്നൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറഞ്ഞാൽ ശ്രീരാഗിനെ മനഃപൂർവ്വം ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രീരാഗിൻ്റെ പാട്ടുകൾ യൂട്യൂബിൽ കൊടുക്കുന്നില്ല, ടി വിയിൽ മാത്രമേ വരുന്നുള്ളൂ. എന്താണ് അതിൻ്റെ പിന്നിൽ? അതെ, ഇപ്പം എന്താ പറയാ, അറിയാത്തോണ്ടായിരിക്കും. അത് റൈറ്റ്സിന്റെ പ്രശ്നമാണ്, അല്ലാതെ എന്താ ഈ പറയുന്ന ഒരു സ്ഥലത്ത് എന്നെ ഇഷ്ടമല്ല എന്നിട്ട് എന്റെ പാട്ട് എങ്ങനെ ഇടാതിരിക്കും? ഡിജിറ്റൽ റൈറ്റ്സ് ഉണ്ട്, യൂട്യൂബിന് ഒരു റൈറ്റ്സ് ഉണ്ട്. ഒരു റൈറ്റ്സ് മാത്രമല്ല, കുറെ റൈറ്റ്സ് ഉണ്ട്. ഈ ടെലിവിഷൻ റൈറ്റ്സ് വേറെ, ഡിജിറ്റൽ റൈറ്റ്സ് വേറെ, അപ്പോൾ യൂട്യൂബിനൊരു റൈറ്റ്സ്. അപ്പൊ ചിലത് നമുക്ക് ഇപ്പോൾ പലപ്പോഴും അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ എടുക്കേണ്ടി വരും. കാരണം എനിക്കിപ്പോ കുളിരാടുന്നു മനത്ത് എന്നുള്ള പാട്ട് എനിക്ക് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ എനിക്ക് ആ സമയത്ത് ഈ 3 റൈറ്റ്സ് ഉള്ള ഒരു പാട്ടാണ് അവിടെ നിന്ന് സജസ്റ്റ് ചെയ്തത്. പക്ഷെ എനിക്ക് ഇത് പാടണം, മാർക്കും ചിലപ്പോൾ കിട്ടുക, അല്ലെങ്കിൽ ഒരു പാടി ഒരു സംഭവമാക്കി വെച്ചു എന്ന് തോന്നുന്നത് ചിലപ്പോൾ മറ്റേ പാട്ടായിരിക്കും, അതിന് റൈറ്റ്സും ഉണ്ട്. പക്ഷെ എനിക്ക് ഈ പാട്ട് പാടണം. ഇതൊക്കെ ലൈവായിട്ട് ഈ ഓർക്കസ്ട്രയുടെ കൂടെ ഇവിടെ പാടാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമ്മൾ ഇതിനായിട്ട് മെനക്കെടുവില്ല വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്ത്. അപ്പൊ നമ്മുടെ ഒരു സന്തോഷത്തിന് ഇത് പാടണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. പക്ഷെ അതിന് യൂട്യൂബ് റൈറ്റ്സും ഇല്ല. അപ്പോൾ അത് ഞാനാണ് ചൂസ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ശരി വരണ്ട, കുഴപ്പമില്ല, പാടാന്ന് പറഞ്ഞാൽ ഞാനും ചൂസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ആ പാട്ട് യൂട്യൂബിൽ വരാൻ, അതിന് കാരണം ഞാനാണ്. അപ്പൊ ഇത് പല ആൾക്കാർക്കും അറിയത്തില്ല ഈ റൈറ്റ്സ് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ളത്. അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് പാട്ട് പാടുന്നതിന് മുമ്പ് ചാനലുകാർ ഇപ്പം സ്റ്റാർ സിംഗറിന്റെ ടീമുണ്ടല്ലോ, അവർ പറയും ഇത്ര പാട്ടുകളാണുള്ളത്, നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറയും നിങ്ങളോട്. അങ്ങനെയല്ല, ഈ ഓഡിയോ ലേബിൾസിന്റെ ഒക്കെ ഉണ്ട്, നമുക്ക് റൈറ്റ്സ് ഉള്ള ലേബിൾസ് ഇവരാണ് എന്നുള്ള ഒരു സാധനം കിട്ടും. പക്ഷെ അതുപോലും ചിലപ്പോൾ അവരുടെ ടേം ഒക്കെ വേറെ ആയിരിക്കും. നമ്മളപ്പോൾ കുറച്ച് പാട്ട്, ഇപ്പം എനിക്ക് പാടാകാറുള്ള ഒരു 10-20 പാട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ട് അത് കൊടുക്കണം. പേഷ്യൻ്റെ ഓഫീസിൽ നിന്ന് അവർ ചെക്ക് ചെയ്യും റൈറ്റ്സ് ഉണ്ടോ, എത്ര നാൾ റൈറ്റ്സ് ഉണ്ട്, ചെക്ക് ചെയ്തതിന് ശേഷം അവർ നമുക്ക് വരും. അപ്പോൾ അതൊന്ന് എടുക്കാം.
അങ്ങനെയാണ് എല്ലാവരും കൂടെ ഉള്ളൊരു തീരുമാനമാണ്. അപ്പം ഈ അതുകൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ ഈ ഓരോ സീസണിലും കേട്ട പാട്ടുകൾ തന്നെ വീണ്ടും വീണ്ടും അല്ലേ, കാരണം ഇവരുടെ കയ്യിലുള്ള ലിമിറ്റഡ് റൈറ്റ്സിനകത്ത് നിന്നുകൊണ്ട് ഇവർക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു നമ്മുടെ സെമി ഫൈനലിന്റെ സമയത്ത് ആക്ച്വലി ആദ്യത്തെ വേഴ്സ് ഒരു പാട്ടും രണ്ടാമത്തെ വേഴ്സ് അതുപോലെ ഇരിക്കുന്ന വേറൊരു പാട്ട് വരുന്നു. അപ്പൊ ആൾക്കാർ ഇത് ഒരു പാട്ട് പാടിയാൽ പോരെ, ഇപ്പോഴത്തെ പരിപാടികളൊക്കെ എങ്ങനെയാണ്, ആക്ച്വലി 180 seconds എന്തോ ഒരു പാട്ടിന് റൈറ്റ്സ് ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ വേഴ്സ് ഒരു പാട്ടും അതേ ലെവലിലുള്ള അതേപോലെ ഇരിക്കുന്ന അതേ രാഗത്തിലുള്ള വേറൊരു പാട്ട് ബാക്കി. ഇനി ഇതിന്റെ ഒരു കൊമേഴ്സ്യൽ ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ ആൾക്കാർ ഇളയരാജ ഈ റൈറ്റ്സിന്റെ പേരിൽ ഒരുപാട് വിമർശനം കേട്ടിട്ടുള്ള ആളാണ്. ഇളയരാജ റൈറ്റ്സ് മേടിക്കുന്നു, ഇയാൾക്ക് പണത്തിനോട് ആർത്തിയാണ്, ഇയാളുടെ പാട്ട് പാടാൻ പാടില്ല, വേറെ ആരും പാടില്ല, പാട്ടുകാരനില്ലാതെ പാട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ പല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. ശ്രീരാഗിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ്? ഈ റൈറ്റ്സ് ഇങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ട് ഗുണമാണോ ദോഷമാണോ? എനിക്കത് റൈറ്റ്സ് ദോഷമെന്നൊരു അഭിപ്രായം എനിക്കില്ല. ഇല്ല. പിന്നെ പലപ്പോഴും ഇത് ഇളയരാജയുടെ അറഗൻസ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാ ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുക. ഇളയരാജയ്ക്ക് ഇങ്ങനെ ഒരു മറ്റേ ചിലർക്ക് മറ്റേ ചളി പറയാനുള്ള ലൈസൻസ് ഉണ്ടെന്ന് പറയണ പോലെ പുള്ളിക്ക് ഓൾറെഡി ആ സാധനം ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ റഹ്മാന്റെ ഓഫീസിൽ നിന്നാണെങ്കിലും പുള്ളിയുടെ റൈറ്റ്സ് ഇല്ലാത്തൊരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് പോവും. ഇത് ലീഗലി നടക്കുന്ന ഒരു പരിപാടിയാണ്. സ്റ്റേജ് ഷോയിലൊക്കെ പാടുമ്പോഴോ? സ്റ്റേജ് ഷോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വലിയൊരു ബിഗ് ഷോട്ടൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല. അപ്പം ഞാനൊരു ഇവിടെ പോയിട്ട് കല്യാണത്തെ എന്നില്ല എന്ന് പാടിയോണ്ട് അതുകൊണ്ട് ഇളയരാജയ്ക്കൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ ഒരു അർജിത് സിംഗിന്റെ ഒരു ഇതുള്ള ആളാണെന്ന് വിചാരിക്കാം. അപ്പൊ പുള്ളി അത് വെച്ച് ടിക്കറ്റഡ് ഇവന്റ് ആണ്. അപ്പൊ ഒരു വലിയ ടിക്കറ്റഡ് ഇവന്റ് നടക്കുമ്പോൾ തന്നെ ഇവരുടെ കോൾസ് നമുക്ക് വരും, ഏതൊക്കെ പാട്ട് ഉപയോഗിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ പറ്റില്ല, അങ്ങനെ പാടാൻ പറ്റില്ല. പർച്ചേസ് ചെയ്യാം. അപ്പൊ ഞാൻ ചെന്നൈയിലൊരു ഒരു പരിപാടി ചെയ്തു. എന്തായിരുന്നു ഇതിന്റെ പേര്? രാജാസാറിന്റെ പാട്ട് വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അത് ഇവര് പൈസ കൊടുത്ത് അത്രയും പാട്ട് പർച്ചേസ് ചെയ്തിട്ട് അതാണ് നമ്മളവിടെ പാടിയത്. ഒരു കണക്കിന് ശരിക്കും പറഞ്ഞാൽ പഴയ പല സംഗീതജ്ഞരും സംഗീത സംവിധായകരും ഒക്കെ അവരുടെ ഒരു കാലയളവിൽ കുറേ സിനിമകൾ ചെയ്തു, പിന്നെ പൈസ ഇല്ലാതായി, അവർ ആരും നോക്കാനില്ലാതെ അല്ലെങ്കിൽ വളരെ ദാരിദ്ര്യത്തിൽ പോയിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പാട്ട് എഴുതുന്നവർ, മ്യൂസിക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എല്ലാവരും ഓരോ കാലഘട്ടത്തിലായിരിക്കുമല്ലോ ഭയങ്കര പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും ഇങ്ങനെയൊരു സംഭവം ഉള്ളത് ഇത്തരത്തിൽ മ്യൂസിക് എപ്പോഴും എല്ലാ കാലത്തും റെലവൻ്റ് ആയിരിക്കും, ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്കൊരു റോയൽറ്റി പോലെ ഒരു പൈസ അതിനകത്ത് നിന്ന് കിട്ടുന്നു എങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ? അത് നല്ല കാര്യമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതിനെ ഒരു നെഗറ്റീവായിട്ടാണ് നമ്മുടെ ഇവിടെ പൊതുവെ ആൾക്കാർ, കാരണം നമുക്ക് എന്തും ഒരാൾ ഉണ്ടാക്കി എന്ത് സാധനവും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ ഒരു അവകാശമുണ്ട് എന്ന് കരുതുന്ന ആൾക്കാരാണ്. അതെ. പിന്നെ ഈ രാജാ സാറിന്റെ കേസിൽ പുള്ളി ആക്ച്വലി പറയുന്ന ലീഗലി നടക്കുന്ന ഈ പരിപാടി അതിനെ ഇതൊന്നും ബാധിക്കുന്ന വിഷയമല്ല. എന്നാൽ പോലും പുള്ളി ഈ പാട്ടെടുക്കുന്ന സമയത്ത് പല പാട്ടുകളും അന്ന് ഫ്രീ ആയിട്ടായിരുന്നു ഒന്ന് ചെയ്തിരുന്നത്, ഇൻക്ലൂഡിങ് ഈ സിംഗേഴ്സിന്റെ റെമ്യൂണറേഷൻ പോലും പുള്ളി കൈ നിർത്തി കൊടുത്തിട്ട് അവിടെ ആകെ ഉണ്ടായിരുന്ന നിബന്ധന ഇതിന്റെ റൈറ്റ്സ് ആണ്. അപ്പൊ അതാണ് ഈ മറിഞ്ഞു പോകുന്നത്. ഞാനൊരു സമയത്ത് അതായത് അത് നമ്മള് പറയുമ്പോൾ പറയേണ്ടത്, സാധാരണ ഒരു കമ്പോസർ എന്നൊക്കെയുള്ള കമ്പോസർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അയാള് മെലഡി ഉണ്ടാക്കിയ ഒരാൾ വേറൊന്ന്, ഇത് പ്രോഗ്രാം ചെയ്യുന്ന ഒരാൾ വേറൊന്ന്, ഈ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരുടെ ഫീഡ്ബാക്ക് എന്താണ് ട്യൂൺസോ അല്ല, വാക്ക് കിട്ടുന്നില്ലോ, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരുടെ നമ്മളെന്താ പറയാ, നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ. അപ്പൊ ഈ കോൺട്രിബ്യൂഷൻ എല്ലാം അങ്ങനെ ഒരു കളക്റ്റീവ് പരിപാടിയാണത്. ഇളയരാജ എന്ന് പറയുന്ന ആള് കംപ്ലീറ്റ് സാധനം പുള്ളി എഴുതുക. അതായത് ഈ സാധനം എല്ലാ മ്യൂസീഷ്യൻസിനും ഈ എഴുതി കൊടുത്തിട്ട് അവരതിരുന്നിട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് പുള്ളിയും അവരും ഇത് ആദ്യമായിട്ട് കേൾക്കണേ. അല്ലാതെ ഇവിടെ നമുക്ക് ഈ സി വെച്ച് നോക്കിയാലോ ബി മേജർ വെച്ച് നോക്കിയാലോ മറ്റേ ഇൻസ്പിറേഷന് വേണ്ടി കുറെ സ്ഥലത്ത് പോയിട്ട് അങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കുന്നത്. പുള്ളി മറ്റേ ഫുൾ ബ്രെയിൻ വർക്കാ. പുള്ളി ഒരു 5-6 പാട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം ഉണ്ടാക്കുന്നു, അന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് എടുക്കുന്നു. ഇത് ഫുൾ പുള്ളിയുടെ പണി, എല്ലാം പുള്ളിയുടെയാണ്. എന്നിട്ട് ഈ സിംഗേഴ്സിനെയും പുള്ളി ഹയർ ചെയ്യുന്നു, പൈസയും കൊടുക്കുന്നു, മ്യൂസീഷ്യൻസിനെല്ലാം കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒറ്റ കണ്ടീഷനാണ്, റൈറ്റ്സ് മേടിക്കുന്നു. മാത്രമല്ല പുള്ളി പറയുമ്പോൾ കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്, എൻ്റെ ഒരു 7 പാട്ടുണ്ട്, പടം ഹിറ്റായിരിക്കും. അതായത് പാട്ടിൻ്റെ പുറത്താണ് പടം ഹിറ്റാവുന്നത്. ഇങ്ങനെയൊക്കെ നടന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം
ഈ പാട്ടിന് വേറെ ലേബൽസ് എടുത്തിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ ഇത് സ്ട്രീം ചെയ്യുന്നതിന്റെ ഒക്കെ പൈസ വേറൊരു കമ്പനിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഓക്കെ. സോ എനിക്കാണെങ്കിൽ ദേഷ്യം വരും. പിന്നെ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. അപ്പം ഞാൻ കേൾക്കുന്ന ഓഡിയൻസിന് ഒരു തെറ്റിദ്ധാരണ ഇതിനെപ്പറ്റിയുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. പിന്നെ ഈ സ്റ്റാർ സിംഗർ വേദിയിൽ പൊതുവെ റിയാലിറ്റി ഷോയിൽ ഇപ്പം ശ്രീരാഗ് വന്നപ്പം ഒരു സ്റ്റോറി, ഒരു തീം അവരുണ്ടാക്കുന്നു. വേറൊരു വ്യക്തിയെ ചേർത്ത് വയ്ക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഥ, ഒരു ഹ്യൂമർ ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങളോട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം അനുവും ശ്രീരാഗിനെയും ചേർത്ത് വെച്ചിട്ട്, അതായത് ഇവർ വിധു പ്രതാപ് കൗണ്ടർ അടിക്കുന്നു. അപ്പം ഇതിനൊക്കെ പല ആൾക്കാരും ആദ്യമേ വളരെ നെഗറ്റീവായിട്ടാണ് കമൻറ്റ് ഇട്ടത്. ഇങ്ങനെ ചോദിക്കാൻ പാടില്ല, വിധു എന്ത് അറിഞ്ഞിട്ടാണ് ശ്രീരാഗിനെ പീഡിപ്പിക്കുന്നത്. അപ്പം ഞാൻ ആരിഫിൻ്റെ കൂടെ ഇൻ്റർവ്യൂ ചെയ്യുമ്പം എൻ്റെ അടുത്ത് ആരിഫിൻ്റെ ഫാൻസ് വന്ന് ചീത്ത വിളിക്കാറുണ്ട്. ആരിഫിനെ സംസാരിക്കാനുള്ള സമയത്ത് നീ സംസാരിക്കുന്നു. ശ്രീരാഗിനെ കളിയാക്കുന്നതും വിമർശിക്കുന്നതും ഇഷ്ടമില്ലാത്ത ശ്രീരാഗ് ഫാൻസ് ഈ വിധുവിനെയൊക്കെ ചീത്ത വിളിക്കാറുണ്ട്. ഇതൊക്കെ നിങ്ങളവിടെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണോ അതോ ഇത് നാച്ചുറലി വരുന്നത്? അല്ല, അത് ഡിപ്പെൻസ്. എന്ന് വെച്ചാൽ കണ്ടന്റ് എന്തായാലും വേണം. വെറും പാട്ട് പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണില്ലേ ഇത്. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തണമല്ലോ. ഇപ്പൊ നമ്മുടെ സീസണിൽ പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്ന കണ്ടന്റ് ഞാൻ തന്നെയായിട്ട് കൊടുത്തിരുന്നത്, അതായത് അറിയാതെ. അപ്പോൾ അവിടുത്തെ ഒരു രീതി ഉണ്ടല്ലോ, നമ്മൾ ചോദിക്കുമ്പോൾ സംസാരിക്കേണ്ട ചില രീതികൾ ഒക്കെ. അപ്പോൾ എനിക്കത് വഴങ്ങില്ല. അതിൻ്റെ ബേസിക് കാരണം ഞാനിത് ഈ റിയാലിറ്റി ഷോയ്ക്ക് ഞാൻ ഭയങ്കര എതിരായിരുന്നു പണ്ട്. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ എതിരെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ ആ വഴിക്കില്ല, ഞാൻ കാണാറുണ്ടായിരുന്നു. ഇതിൽ വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ മിഥുൻ ജയരാജ് എന്ന് പറഞ്ഞിട്ട് സിംഗറുണ്ട്, നമ്മുടെ ഗ്രൂമറും കൂടെ ആയിരുന്നു. അറിയാം, മിഥുൻ ചേട്ടൻ അറിയാം. അപ്പോൾ മിഥുൻ ചേട്ടൻ എന്നോട്, ഞാനിങ്ങനെ ഈ ഗിറ്റാർ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ട്, മോസ്റ്റ്ലി രാജാ സാറിന്റെ പാട്ടുകൾ, പണ്ട് മ്യൂസിക് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നു. നമ്മളത് പാടിയിടുന്നു. അപ്പൊ അവരുടെ കമന്റ് ഒക്കെ ഉണ്ടാവും, ആ മനോഹരം, ഓക്കെ. അത് കഴിയുന്നു, നമ്മള് കോളേജിൽ പോകുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ മിഥുൻ ചേട്ടൻ പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ വന്നു നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ പറ്റില്ല ചേട്ടാ, എനിക്ക് മറ്റേ ഓട്ടോക്കാരൻ്റെ വേഷം കെട്ടി, ഓട്ടോക്കാരൻ അങ്ങനെ പറ്റില്ല, എനിക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടി അങ്ങ് പോകുന്നുള്ളൂ, എനിക്ക് ഇതുകൊണ്ട് ജീവിക്കണം എന്നില്ല, നീ ജസ്റ്റ് വന്നു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഇതിൽ കിട്ടി. ഇപ്പോൾ വൺസ് നമ്മൾ കയറിയിട്ട് വേറെ ആളുകളൊക്കെ ആഗ്രഹിക്കുന്ന സ്പേസ് അല്ലേ. പിന്നെ എനിക്ക് ഇഷ്ടമല്ല അതാണ് ഇതാണെന്നും പറഞ്ഞിട്ടല്ല. പിന്നെ നമ്മളതിൽ മാക്സിമം നമ്മളായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിരുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നമുക്കത് അതിന് ഞാൻ ജെന്യുവൻലി പ്രതികരിക്കുന്നതാണ്. അപ്പൊ അത് പലപ്പോഴും അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റും. അല്ല, പക്ഷെ അത് ഈ റീലൊക്കെ ആയിട്ട് വരുമ്പോഴേ എനിക്ക് ഏതേവൻ തോന്നുന്ന രീതിയിലാണ് എൻ്റെ അപ്പോഴത്തെ ഒരു പെരുമാറ്റം. ഇല്ല, പക്ഷെ അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അതാണ് എനിക്കൊന്ന് ശ്രീരാഗിനെ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സാധനങ്ങളാണ്, ടെക്സും ഇതും. പാട്ടല്ല പാട്ട് സ്വാഭാവികമായിട്ട്, അതായത് നമ്മൾ ഈ മറ്റേ ചെറിയുടെ മുകളിലൊരു കേക്ക് വെക്കുന്നതല്ല, കേക്കിന്റെ മുകളിൽ ചെറിയ വെക്കുന്ന പറഞ്ഞല്ലേ, കേക്കാണോ പാട്ട് അതോ വർത്തമാനാണോ കേക്ക് എന്ന് അറിയേണ്ടത്? രണ്ടും ഓരോരുത്തരും ഓരോ രീതിയിൽ പറഞ്ഞു. പക്ഷെ നമ്മളൊക്കെ പാട്ട് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഈ സംസാരവും ഇവൻ കൊള്ളാലോ, ഇവൻ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ നമുക്ക് ആൾക്കാർക്ക് സ്ട്രൈക്ക് ചെയ്യും. അത് തന്നെയാണ് അവിടെ കമന്റിലും വരുന്നത്. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആരാധന ഭയങ്കര ഒരു ആരാധനയാവുള്ളൂ. ശ്രീരാഗിനെ മനഃപൂർവ്വം പിന്നെ ഇത് കൊടുത്തില്ല, വിന്നർ കൊടുത്തില്ല. ബട്ട് ശ്രീരാഗിന് അറിയാമായിരുന്നു അരവിന്ദ് ആയിരിക്കും വിന്നർന്ന്. അരവിന്ദ് ആയിരിക്കും വിന്നർ എന്ന് പറയാൻ പറ്റില്ല, അറിയില്ല. കാരണം ഒരു ഇന്റർവ്യൂവിൽ ശ്രീരാഗ് പറയുന്നുണ്ട്, ഐ നോ ആർക്കാണ് കിട്ടുക എന്ന് എനിക്കറിയാമെന്ന് പറയുന്നത്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, എനിക്കായിരിക്കില്ല എന്ന് അറിയാമെന്ന് ഞാൻ പറഞ്ഞത്. അതായത് അതല്ല, ഇത് ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ ഇപ്പോൾ അരവിന്ദുണ്ട്, ദിശയുണ്ട്, നന്ദയുണ്ട്, ഇവർ എല്ലാവരുടെയും നല്ല കപ്പാസിറ്റി ഉള്ളവരാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള, ഇപ്പം എൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ മറ്റേ വലിയൊരു ബാഹുബലി പാട്ടൊന്നും എടുത്ത് അവിടെ പാടി പ്രശ്നമാക്കിയിട്ടില്ല. ഞാൻ കുറേ ഈ ജനകീയമായ പാട്ടുകളും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളും എൻ്റെ കൂടുതലുള്ളതുകൊണ്ടാണ് ആളുകളിലേക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടത്. ഒരു ശ്രീകുട്ടൻ ഇമേജ് വന്നതുകൊണ്ടാണ്. അങ്ങനത്തെ പാട്ടുകൾ പിന്നെ എനിക്ക് കേൾക്കാനും ഞാൻ പാടാനും ഇഷ്ടമുള്ള പാട്ടുകൾ തന്നെ മാക്സിമം ഞാൻ അവിടെ എടുത്ത് പാടാൻ ശ്രമിച്ചു. ശ്രീരാഗ് പാടി കഴിഞ്ഞിട്ട് ഞാൻ ആ പാട്ട്, എനിക്കത് ശ്രീരാഗ് സെലക്ട് ചെയ്യുന്ന പാട്ടെല്ലാം തന്നെ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാനും അല്ല എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് പാടാൻ പറ്റുന്ന പാട്ടുകളായിട്ട് എനിക്ക് ഇപ്പോൾ NSI പാടി വരും പാടി. കോളേജിൽ ആദ്യം ഗാനമേള ഞാൻ കോളേജിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് പാടുന്ന ഏറ്റവും ആദ്യത്തെ പാട്ട് NSI പാടി വരും. അപ്പോൾ NSI പാടി വരും പാടുന്നതിന് മുമ്പ് ശ്രീരാഗ് അതിനൊരു
ഒരു കമന്ററി കൊടുക്കുന്നുണ്ട് അതായത് എന്തുകൊണ്ട് പാട്ടിനെ കുറിച്ച് പാടിയത്. അപ്പൊ അത് നമുക്ക് ഭയങ്കര റിലേറ്റഡ് ആണ്. ശരിയാണല്ലോ ഇനി പറയുന്ന കാര്യം. അപ്പം ഇത് ഞാൻ പറയുന്ന ഈ കുറെ എലമെന്റ്സ് ചേർന്നിട്ടാണ് ശ്രീരാഗിലേക്ക് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ശരിക്കും ആ പാട്ട് ഞാൻ എടുക്കാൻ കാരണം എനിക്ക് ഇഷ്ടമായിട്ട് എടുത്തത്. അത് എന്തുകൊണ്ടാ വെച്ചാൽ ഇത് തന്നെ അതിന്റെ കാരണം. ബസ്സിലും ഒക്കെ കാരണം അറിയാതെ നമ്മൾ ഇഷ്ടപ്പെട്ട ആ ഒരു ഈണം കൊണ്ട് മാത്രം മനസ്സിൽ കയറിയ ഒരു പാട്ടല്ലേ. അപ്പൊ അതൊന്ന് പാടിയല്ലോ. പാടാം. അതാണ് ഫസ്റ്റ് മറ്റേ വൈറലാവുന്നതൊക്കെ. ഞാൻ വന്നപ്പോ ചോദിച്ചു ഫാനാണോന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചു ആരുടെ? വിജയുടെ. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു ആദ്യം. ഞാൻ വിജയ് ഫാൻ അല്ലായിരുന്നു. അപ്പൊ രണ്ടാമത് വീണ്ടും എടുത്തതാണ് അത്. ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഹിറ്റ്. ഇതാണ് റീലല്ലേ? അതെ പടം. അപ്പം വിജയ് ഫാൻ അല്ല എന്ന് പറഞ്ഞു, പിന്നെ ആണെന്ന് പറഞ്ഞു. ഇപ്പം വിജയ് ഫാൻ ആണോ? ഒരു പൂ ഇട്ട് കഴിഞ്ഞാൽ ഓടുവോ? പൂട്ട് ഞാൻ ഓടില്ല. പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓടിയത്. ശരിക്കും ഒരു ബോംബായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞു. ആൾക്കാർ എന്നെ പരിഹസിച്ച് ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു ലോജിക്കില്ല. കാരണം പബ്ലിക്കിൽ നിന്ന് ആൾക്കാർ എങ്ങനെ പണ്ട് മോഹൻലാൽ ഒരാളെ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ തള്ളിയിടുന്നു. അതിനെ വെച്ചിട്ട് ആൾക്കാർ ഇയാളിങ്ങനെയാണോ ആൾക്കാരോട് പറഞ്ഞത്. അപ്പം മോഹൻലാൽ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അയാൾ എന്തിനാണ് കയറി വന്നതെന്ന് അറിയില്ല, ഉപദ്രവിക്കാനാണെങ്കിലോ. അപ്പൊ നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം. പിന്നെ പലരും എന്ത് ചെയ്യണം. ഞാൻ കൊല്ലത്തൊരു പരിപാടിക്ക് ഈ കൊല്ലം സൈഡിലോട്ട് പോകുമ്പോൾ എല്ലാവരും പറയും ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട് അവിടെ എന്തായാലും പരിപാടി എടുക്കരുതെന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ പോയപ്പോ എന്നോട് ഒരു പുള്ളി മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് വന്നു. എന്നിട്ട് ആ മണിച്ചിത്രത്താഴുള്ള പാട്ട് പാടണം. പഴന്തമിഴ് പാട്ടോ? ഞാൻ വരുമ്പോഴേ ഇവര് ഓർക്കസ്ട്രക്കാരെ തന്നെ കാണും. ഞാൻ ചേട്ടാ അറിയില്ല, അവിടെ ഒന്ന് ചോദിച്ചു നോക്കൂ, അവരുണ്ടെങ്കിൽ ഞാൻ പാടാം. പിന്നെ പരിപാടിയുടെ പകുതി കഴിഞ്ഞു, മറ്റേ അവര് അടിച്ചുപൊളിയൊക്കെ തുടങ്ങി, അവിടുത്തെ സിംഗേഴ്സ് ഒക്കെ കയറി. പിന്നെ ഞാൻ പഴന്തമിഴ് പാടി കഴിഞ്ഞാൽ എനിക്കാണ് അതിന്റെ ഒരു കോട്ടം തെറ്റ. അപ്പോ ഞാൻ നോക്കാം ചേട്ടാ. ഞാൻ ഓർത്ത് പുള്ളി ഒഴിവായി. പുള്ളി പോയിട്ട് 2 പാട്ട് കഴിയുമ്പോൾ വരും. പഴന്തമിഴ് പാടാം. ഞാൻ കുറച്ച് ഇരിക്കുമ്പോ ഒരു കല്ല് വന്നു വീണൂടെ. പുള്ളി അവിടെ നിന്ന് എടുത്ത് എറിഞ്ഞ ഞാൻ നോക്കാൻ വേണ്ടി. അതായത് ഞാൻ അകലെ ഇരിക്കുന്ന പുള്ളി ജെനുവിൻലി ഞാൻ നോക്കാൻ വേണ്ടി എറിയുന്നത്, പക്ഷെ കല്ലെടുത്ത് എറിയാണ്. അപ്പൊ ഇങ്ങനെ എന്താ ആളുകൾ പലപ്പോഴും ഈ റിയാക്ഷൻസ് എവിടെ ലിമിറ്റ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. നമ്മള് ഇപ്പം ഒരുപാട് പബ്ലിക്കുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ശ്രീരാഗിന് ഇപ്പം ഒരുപാട് ഫാൻസ് ആയില്ലേ, വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും തിരിച്ചറിയും. അപ്പം അത് കംഫർട്ടബിൾ ആണോ? ബിക്കോസ് ശ്രീരാഗിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഒട്ടും കംഫർട്ടബിൾ അല്ല. പക്ഷെ ഈ സ്നേഹം എനിക്ക് കുറച്ചും കൂടി ഈ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഭയങ്കര സ്നേഹമാണ്. സ്ത്രീജനങ്ങളുടെ ഒരു ശ്രീകുട്ടനാണ്. അപ്പൊ അവരുടെ പല ഗസ്റ്റേഴ്സും ഭയങ്കര നമുക്ക് പിന്നീട് ആ മൊമെന്റിൽ ഞാൻ ചിലപ്പോ താങ്ക് യു അത്രേ പറയുള്ളൂ. പിന്നെ ആലോചിക്കുമ്പോ കൊള്ളാം, മറ്റേ നമുക്ക് അകലം മാറിക്കയറുന്ന ഒരു ചേച്ചി എന്നിട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മോനെന്തെങ്കിലും കഴിച്ചോന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഗിഫ്റ്റുകൾ തരിക രസമാണ്. അത് എൻജോയ് ചെയ്ത് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോ ഇങ്ങനെ പെട്ടെന്ന് എല്ലാവരുടെയും വരുമ്പോ എല്ലാവരുടെയും ഒരു പെരുമാറ്റം ഒരുപോലെ ആവില്ലല്ലോ. പിന്നെ എല്ലാവരുടെയും ഫോക്കസ് എപ്പോഴും വരുമ്പോ അതൊരു പ്രശ്നം, നമ്മുടെ പ്രൈവസി. ഇങ്ങനെ പറയുമ്പോ അത് ഗ്രേറ്റ്ഫുൾ അല്ലാത്ത ഒരു രീതിയിൽ. അത് ഗ്രേറ്റ്ഫുളിന്റെ അല്ല, നമ്മൾ ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. ചില ആൾക്കാർക്ക് അത് ഭയങ്കര പ്രശ്നമാണ്. സന്തോഷമാണ്, പക്ഷെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക എന്ന് പറയുമ്പം സ്കൂൾ ക്ലാസ്സിൽ എന്തിനാണ് ബെഞ്ചിന്റെ മുകളിൽ ഒരു കുട്ടിയെ കയറ്റി നിർത്തുന്നത്? ശിക്ഷയായിട്ടല്ലേ കൊടുക്കുന്നത്? കാരണം എല്ലാവരുടെയും ഫോക്കസ് അവനിലേക്ക് വരും. പക്ഷെ ഒരു സൈഡിൽ നമ്മൾ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ. അപ്പൊ ഇത് നമ്മള് പിന്നെ ഇത് ശീലമായി കഴിയുമ്പോൾ അതെ നമ്മൾ ഇഷ്ടമുള്ളത് മാത്രം എടുക്കാൻ പറ്റില്ലല്ലോ. അതെ. ഓക്കെ. അപ്പോൾ ശ്രീരാഗ് പറഞ്ഞ് ഈ സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ചോദ്യം. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ശ്രീരാഗിനോട് പാട്ട് പാടാൻ പറഞ്ഞു, ഇന്ന പാട്ട് പാടാൻ. ഇപ്പോൾ ആൾക്കാരൊക്കെ പലരും ചോദിക്കുമല്ലോ ഇന്ന പാട്ട് പാടാൻ. അപ്പോൾ നമുക്ക് ഒരു പാട്ട് ഇപ്പോൾ ഒരെണ്ണം പാടണമെന്ന് തോന്നിയാൽ ഏത് പാട്ടാണ്? അപ്പോൾ അദീന ചോദിച്ചൊരു പാട്ട്. അദീന ചോദിച്ച പാട്ട് മംഗളങ്ങളരുളും എന്നുള്ള പാട്ടിൽ പാടാം. അനുരാഗമൂലം കിനാവിൻ കിളി പാടുന്നതപരാധമായോ, ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നതപരാധമായോ, ഈ മണ്ണിലെന്നുമേ ആലംബമില്ല
രരരാരരാര മാറിൽ വീഴാൻ വെറുതെ വിതുമ്പുമ്പോഴും മംഗളങ്ങൾ അരുളും മഴനീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർ കാറ്റിനീണമേ. സൂപ്പർ. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്, നമുക്കതുകൂടെ കഴിഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ബേസിക്കലി ഈ സംഗീതം, ഇപ്പം സംഗീത ലോകത്തൊക്കെ ഉള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഈ സംഗീതം എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ടുള്ളൊരു കഴിവാണ്, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഉള്ള ആൾക്കാരാണ് ഈ സംഗീതത്തിലൊക്കെ ശോഭിക്കാൻ പറ്റുന്നത്. അപ്പോൾ ശ്രീരാഗിൻ്റെ അഭിപ്രായം എന്താണ്? ഇത് പ്രാക്ടീസ് ചെയ്ത് ആർക്കും, ഏത് വ്യക്തിക്കും ഒരു സംഗീതജ്ഞനാവാൻ സാധിക്കുമോ, അതോ ജന്മന ഒരു കഴിവ് മസ്റ്റാണോ ഇതിനകത്ത്? അത് ഏത് വ്യക്തിക്കും പറ്റുമെന്ന അഭിപ്രായമല്ല എനിക്ക്. പക്ഷെ അത് ജന്മന ഒരു അനുഗ്രഹം പെർസ്പെക്റ്റീവിലുള്ളൊരു സാധനമല്ല. ഇപ്പം നമ്മൾ പറയില്ലേ, പലർക്കും പലതും സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് തന്നെ ഇൻബിൽട്ടായിട്ട് വേറെ ആയിരിക്കുമല്ലോ, ആണെന്ന് തോന്നുന്നു എനിക്ക്. അതെ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പിച്ച് ശ്രുതി പിടിക്കാൻ പറ്റുക, ചേർത്ത് പിടിക്കാൻ പറ്റുക എന്നുള്ളൊരു കഴിവും അങ്ങനത്തെ ഒരു സംഭവം തോന്നുന്നു എനിക്ക് അതിൻ്റെ ശാസ്ത്രീയ കാരണങ്ങൾ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ ഒരു ഏഷ്യൻസൊക്കെ, സൗത്ത് ഏഷ്യൻസൊക്കെ എസ്പെഷ്യലി ഒരു 70% ആൾക്കാർക്കും ഈ പിച്ച് തിരിച്ചറിയാനുള്ള ഒരു സ്കില്ലുണ്ട്, ബൈ നേച്ചറി നമുക്ക് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, പിന്നെ സൗണ്ട് ഡെഫിനറ്റ്ലി അതിനകത്തൊരു നമ്മുടെ ഒരു എന്താ പറയുന്ന ജെനറ്റിക്സ് ഒക്കെ പ്ലേ ചെയ്യും. നല്ല ശബ്ദമാകുന്നില്ല, ഇപ്പോൾ പാറപ്പുറത്ത് ചിരട്ട ഒരിക്കുന്ന പോലത്തെ സൗണ്ട് ആണെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് പാടുന്ന, അതായത് സംഗതികളൊക്കെ വഴങ്ങുന്ന ആളാണെങ്കിലും അയാൾക്കത്, ആൾക്കാർക്ക്, ശ്രോതാക്കൾക്കത് രസിക്കണമെന്നില്ല. അപ്പം അതിനകത്ത് കുറച്ച് ഈ ജെനറ്റിക്സ് പ്ലേ ചെയ്യുന്നത്. അത് പിന്നെ ഓരോരുത്തരുടെ താല്പര്യത്തിൻ്റെ ഉണ്ട്. ഇപ്പം എനിക്ക് നല്ല ശബ്ദം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഇല്ല, പാടുന്നതാണ്. എനിക്കിപ്പോൾ ഈ പരാന്നിരിക്കുന്ന ശബ്ദത്തിൽ നന്നായി പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പാടുന്നത് ശബ്ദം തമ്മിൽ ആക്ച്വലി ബന്ധമില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഈ അർജിത് സിംഗ് പാടുമ്പോൾ ഒരു ക്രാക്ക് വരില്ലേ, ഇത് തന്നെ ഇപ്പൊ നമ്മള് നമ്മുടെ മലയാളത്തിലൊരു പാട്ട് പാടുന്ന സമയത്ത്, ഒരു നല്ല പാട്ട് പാടുന്ന സമയത്ത് അവിടെ ഒരു ക്രാക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല രസമുള്ളൊരു ക്രാക്ക് ആയിരിക്കാതെ, പക്ഷെ തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാ പറയാം. അപ്പൊ അത് ആൾക്കാരുടെ ഈ അക്സെപ്റ്റ്, അതായത് ഒരു ശൈലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പൊ ഹിന്ദുസ്ഥാനി, ഇപ്പൊ ഈ വോക്കലിസ്റ്റുകളൊക്കെ ഒരു ഹിന്ദുസ്ഥാനി പഠിക്കണം എന്ന് പറയും. കാരണം നമ്മൾ എല്ലാ മലയാളിയും സാ എന്ന് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാളം പിടിക്കുക സ എന്നാണ്. ഒരു യേശുദാസ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്താലും യേശുദാസ് കയറി വരും, യേശുദാസ് സാർ പുള്ളി കയറി വരും. അപ്പോൾ ആ ഒരു സ എന്ന് പിടിക്കുക. ഹിന്ദുസ്ഥാനി നമ്മൾ വോക്കൽ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ ഫിസ്റ്റ് ഇങ്ങനെ വെക്കാൻ പറയും, വായ തുറന്നിട്ട് ആന്ന് വേണം പാടാൻ. വേറെ ഈ ഇതൊന്നും ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ തൊണ്ടയെന്ന് അബ്ഡമനിൽ നിന്ന് പാടണമെന്ന് പറയും. അപ്പോൾ ശൈലിയിൽ കുടുങ്ങി കിടക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ ചോദ്യം എന്തായിരുന്നു? ചോദ്യം ഇത് ജന്മസിദ്ധമാണോ അതോ ജന്മസിദ്ധമാണോ അതോ ഈ പ്രാക്ടീസ് കൊണ്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമുക്ക് പരിമിതികളുണ്ടാവും, അതിനനുസരിച്ചായിരിക്കും പ്രാക്ടീസ് കൊണ്ട് എവിടെ പോയി പറ്റില്ല. ഇപ്പൊ നമ്മൾ ഈ പലപ്പോഴും ഈ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ അവരുടെ മിഡ് ടു ഹൈ ആയിരിക്കും അവരുടെ വോക്കൽ റേഞ്ച് തന്നെ. അവരോട് വികാരം നമുക്ക് പാടാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, അവർക്ക് ഈ ജന്മത്ത് പറ്റില്ല. അവര് എത്ര പ്രാക്ടീസ് ചെയ്താലും എനിക്കറിയില്ല, ഇനി പ്രാക്ടീസ് ചെയ്ത് മരണം വരെ പ്രാക്ടീസ് ചെയ്താൽ 90ാമത്തെ വയസ്സിൽ പാടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പ്രാക്ടിക്കൽ അല്ല. ഇപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ അവര് പാടുന്ന പോലെ ഈ റാഹത്ത് ഫത്തഹ് അലി ഖാനൊക്കെ പാടുന്ന പിച്ചുണ്ടല്ലോ എന്നിട്ടുള്ള സാധനം, അതില് പാടാൻ പറ്റില്ല. എനിക്ക് അറിഞ്ഞൂടാ ഞാൻ പ്രാക്ടീസ് പറ്റുമെന്ന്. പക്ഷെ ഞാൻ നോക്കിയിട്ട് പറ്റില്ല എന്നാണ് എൻ്റെ ഒരു. വെസ്റ്റേണേഴ്സിന്റെ പാട്ടും അങ്ങനെയല്ല, അത് വെസ്റ്റേൺ വോക്കൽസ് നമുക്ക് ഈ ഫോൾസെറ്റോ പാടുന്നതൊക്കെ ഒരു ടെക്നിക്കാണ്. നമ്മൾ പ്രോപ്പർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അത് നല്ല കാര്യമാണ്. ഒരു വോയിസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പലരും അതിന് കൺസേൺഡ് അല്ല. ഹിന്ദുസ്ഥാനിയിൽ കുറച്ചുകൂടെ ഉണ്ട്. ഇപ്പൊ കർണാടകയിൽ പോകുമ്പോൾ നമ്മള് പാട്ട് പാടിപ്പിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അയാള് തൊണ്ട അടിച്ചു പോകും, അതിൻ്റെ ഒരു 40ാമത്തെ വയസ്സിൽ അടിച്ചു പോകും. കാരണം എങ്ങനെ ഇതിനെ യൂസ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണില്ല. ഞാൻ ഈ യൂട്യൂബിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ ഈ പാട്ട് പാടാനായിട്ട് ശ്രമിച്ചു, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല,
അപ്പോൾ ഈ ടെക്നിക്സ്, ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ആ, പിന്നെ ഓപ്പൺ ത്രോട്ട്, മറ്റേ ചെസ്റ്റ് വോയിസ്, പിന്നെ ഉണ്ട്, ഉണ്ട്, അല്ലേ അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ ഇതെന്ത്, ഞാൻ എൻ്റെ അമ്മ മ്യൂസിക് ടീച്ചറാണ്. അതെ, ഇവിടെ എല്ലാം കർണാട്ടിക് സംഗീതം പഠിപ്പിക്കുന്ന ആൾക്കാരുമായിട്ടാണ് എനിക്ക് ബന്ധം. അതെ. ഇവരെല്ലാം ഈ മറ്റേ നമ്മുടെ സാധാരണ സാരി, മറ്റേ ആനന്ദപുരാണി പോലെയല്ല സാരിക, അത് ഇത് തന്നെ കേട്ട് ഈ ടെക്നിക്സ് ഒന്നും കുട്ടികളിലേക്ക് പഠിപ്പിക്കുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. ആ, നിങ്ങൾക്ക് ഈ സ്റ്റാർ സിംഗറിലൊക്കെ വന്നു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് ഈ ടെക്നിക്സ് ഗ്രൂമിങ്ങിൽ ഒരുപാട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനിപ്പോ രണ്ടു വശങ്ങളുണ്ട്. ഇപ്പൊ ചിലവർക്ക്, ഇപ്പൊ എനിക്കിപ്പോ എന്റെ ടെക്നിക്സ് ശരിയാന്ന് വിചാരിക്കുക, ചെറുപ്പം മുതലേ എന്തോ ഞാൻ ശരിയായി അങ്ങ് പാടി ശീലിച്ചു. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളിത് കോൺഷ്യസ് ആവും. ദി ഹെഡ് വോയിസ് ജസ്റ്റ് ഹെഡ്, മനസ്സിലായോ? ഇപ്പൊ ചിത്ര ചേച്ചിയെ പറ്റി പല ഈ വോക്കൽ ട്രെയിനേഴ്സും പറയും പ്രോപ്പർ ടെക്നിക്കാണ് പുള്ളിക്കാരി പറയുന്നതും പ്രൊനൗൺസ് ചെയ്യുന്നതൊക്കെ. പക്ഷെ പുള്ളിക്കാരി ഇതിനെ പറ്റി അവെയറേ അല്ല. അയ്യോ എനിക്കറിഞ്ഞൂടാ എന്ത് ജസ്റ്റ് എന്ത് എന്ന് പറയും. അത് കറക്റ്റ് ടെക്നിക്കിലൂടെയാണ് പണ്ട് ഇത് അറിയാതെ തന്നെ പാടി വരുന്നത്. അപ്പോൾ പക്ഷെ അറിയുന്നത് നല്ലതാണ്. അപ്പൊ അറിഞ്ഞ് അത് പഠിച്ച് യൂസ് ചെയ്യാന്നുള്ളതാണ്. അത് മുഹമ്മദ് റാഫിയുടെ പാട്ട് ഞാനത് പാടി വെച്ചു. ദീവാന ഹോ ബാദൽ, ദീവാന അല്ല ദീവാന ഹുവാ ബാദൽ, സാവൻ की घटा छाए, ये देख के दिल जुमा ले प्यार ने अंगड़ाई, दीवाना हुआ बादल. മിഥുന്റെ സഹോദരി മൃദുലയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ട് നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. ജിലുചിലും സ്വരനൂപുരം ദൂരശിഞ്ചിതം പൊഴിയുമ്പോ ഉതിരുമീ മിഴിനീരിലിൻ പ്രാണവിരഹവും മലിയുന്നു. എവിടെ നിൻ മധുരശീലുകൾ, മൊഴികളെ നോവല്ലേ, സ്മൃതിയിലോ പ്രിയ സംഗമം, ഹൃദയമേ ഞാനില്ലേ, സ്വരം മൂകം വരം ശോകം, പ്രിയനേ വരൂ വരൂ, തേങ്ങുമീ കാറ്റ് നീയല്ലേ, തഴുകാൻ ഞാനാരോ, ദേവസംഗീതം നീയല്ലേ, നുകരാൻ ഞാനാരോ. ഇനി ഒരു പാട്ടും കൂടെ ഡെഡിക്കേഷൻ ഉണ്ട്. കരളയെ നിൻ കൈപിടിച്ച. മിഴികളെന്തിനാണു വേറെ, മൃദുലമീ കരങ്ങളില്ലേ, അരികിലിന്നു നീയില്ലയോ, എന്തു ചൊല്ലി യാത്രയോതുമിന്നു ഞാൻ, കഥനപൂർണമിൻ വാക്കുകൾ. നീയില്ലാ ജന്മമുണ്ടോ, നീ അറിയാ യാത്രയുണ്ടോ, നീ അണയും രാവു തേടി ഞാനിവിടെ കാത്തു നിൽക്കാം, പോയി വരുവോളം നിനക്കായി ഞാൻ തരുന്നിതിൻ മനം. അലീന 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 അലീന. കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്. താങ്ക് യു. Thank you very much. Thank you.